കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മഴ പെയ്തുകൊണ്ട് പാറേൻ്റെ മുകളിൽ നിന്നൊക്കെ നല്ല രീതിക്ക് തന്നെ വെള്ളം ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും അവനും ഹസ്ബൻഡും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്ന സമയത്ത് എന്തുണ്ടാക്കും ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ് പഴം ഇരിക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ പഴം വെച്ച് റെസിപ്പി ആക്കാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പഴം കഴിക്കാത്തവർ ഇതിൻ്റെ ഫാനായി പോകും കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുക്കുന്ന സാധനങ്ങൾക്ക് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ചെറിയ അളവിലുള്ളൊരു നേന്ത്രക്കായാണ് കേട്ടോ. എന്നാൽ അധികം പഴുത്തിട്ടില്ല, എന്നാൽ ഒരു മീഡിയം പഴുപ്പ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അധികം ഉടഞ്ഞു പോകരുത്. അതുകൊണ്ടാട്ടോ ഈ ഒരു മീഡിയം പഴുപ്പിൽ ഉള്ള പഴം നോക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നമുക്കതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. നമ്മൾ എപ്പോഴും പഴമൊക്കെ വേവിക്കുമ്പോൾ വെള്ളത്തിൽ ഡയറക്റ്റായി ഇട്ട് പുഴുങ്ങിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതെ നമ്മൾ ആവി കയറ്റി വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അതാകുമ്പോൾ നമുക്ക് ആ വെള്ളമൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന റെസിപ്പി നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ വെള്ളവും വന്നിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് അത്ര പെർഫെക്റ്റായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ പഴം നല്ലപോലെ വെന്ത് കിട്ടും. എന്നിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഉള്ളിലുള്ള ഈ കറുത്ത നാര് പോലത്തെ സംഭവമില്ലേ, അത് നമ്മൾ കത്തി വെച്ചിട്ട് മുറിച്ച് മാറ്റണം. അതെന്തിനും നമ്മൾ അങ്ങനെ മുറിച്ച് മാറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ആ നാര് നമ്മൾ മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഇങ്ങനെ കല്ല് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാനൊന്നും കിട്ടില്ല, അതുപോലെ പരത്തിയെടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളത് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കത്തി വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ എല്ലാ പഴത്തത് ഇതേപോലെ ചെയ്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഓവറായിട്ട് പഴുത്ത പഴം അതിനെടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല, പക്ഷേ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊടി കുറേ കൂടുതൽ എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം നോക്കി എടുക്കുക കേട്ടോ എപ്പോഴും. എന്നിട്ട് ഇതേപോലെ അതിനുള്ളിലുള്ള നാരൊക്കെ കളഞ്ഞ ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതേപോലെ നല്ല രീതിക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആട്ടപ്പൊടിയാണ്. ഗോതമ്പ് പൊടിയില്ലേ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൊടി കേട്ടോ. 4 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ കുഴച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ. നല്ല ഹാർഡൊന്നും വേണ്ട, കുറച്ച് ലൂസിൽ ഇരിക്കും. കാരണം നമ്മൾ പഴം നല്ല ഹാർഡാക്കി കുഴച്ചിട്ടൊക്കെ അതിനനുസരിച്ച് പൊടി ചേർക്കണം. അത്രയും പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റും കിട്ടില്ല. അപ്പം 4 സ്പൂൺ അളവിൽ പൊടി മാത്രം എടുത്താൽ മതി 3 പഴത്തിന് കേട്ടോ. എന്നിട്ട് നല്ലപോലെ കുഴച്ചത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാൻ പാവ് കാച്ചാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ശർക്കര പൊടിച്ച് തേങ്ങ ഇട്ട് കൈ വെച്ച് കുഴച്ചിട്ടും എടുക്കുക, പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് പാവ് കാച്ചി അതിലേക്ക് തേങ്ങ ഇട്ട് ഇളക്കി എടുക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ശർക്കര എടുത്തിട്ടുള്ളത്. ഈ 3 പഴത്തിലേക്ക് ഒരു ശർക്കര മതി. അപ്പോൾ ഒരു ശർക്കര എടുത്ത് നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തേങ്ങയിലൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. തേങ്ങ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ എപ്പോഴും അധികം പണിയെടുക്കാനുള്ള മടിയും കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ശർക്കര പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങയിട്ട് കുഴച്ചെടുക്കുക ചെയ്യാറ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വാഴയിലയാണ് കേട്ടോ. വാഴയില ഞാൻ മുറിച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. ഗ്യാസിൽ വെച്ച് ചൂടാക്കി നല്ല വാട്ടിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ റോൾ ചെയ്യാൻ കിട്ടില്ല, ഇല പെട്ടെന്ന് കീറിപ്പോകും കേട്ടോ. അപ്പം നല്ലപോലെ വാട്ടിയെടുത്ത ശേഷം ഞാൻ കൈ വെച്ച് ഇതേപോലെ റോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഇവിടെ നമ്മൾ റോൾ ചെയ്യുന്നത് ആദ്യം റോൾ ചെയ്യേണ്ട, പക്ഷേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ റോൾ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തന്നത് കേട്ടോ. ഇത് റോൾ ചെയ്തിട്ടില്ല, നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ മടക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഒരു വെറൈറ്റി ഷേപ്പ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തത് കേട്ടോ. അപ്പം ഞാനിത് അതിന് വേണ്ടി ഒരു ഇല വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ പഴത്തിൻ്റെ ഒരു ബൗളാക്കി എടുത്തിട്ട് അത് നല്ലപോലെ ഇതിൽ വെച്ച് പരത്തിയെടുക്കുക. നല്ല കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക്, അല്ലെങ്കിൽ നല്ല നൈസായിട്ടാണെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കുക. അത് കട്ടിക്കാണെങ്കിൽ നൈസായിട്ടാണെങ്കിൽ ഒരേ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമുക്ക് വേണ്ടത്ര റൗണ്ടിൽ ഇത് പരത്തിയെടുക്കുക. എന്നിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ശർക്കരയും തേങ്ങയും കൂടെ മിക്സില്ലേ, അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണോ ഞാൻ റോൾ ചെയ്യുന്നത് കാണിച്ചത് അതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ. റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ റോൾ ചെയ്യുമ്പോൾ അടിയിൽ ഓട്ട മീൻസ് നമ്മൾ റോൾ ചെയ്യുമ്പം നമ്മൾ ശംഖുക്കൂടെ നോക്കുമ്പോൾ അടിയിൽ ഒരു ഹോൾ ഉണ്ടാവില്ല, അതുപോലെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല മടക്കി വെച്ച് റോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ മടക്കി വെച്ചിട്ടാണ് റോൾ ചെയ്തത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വിചാരിച്ചാൽ നമ്മൾ ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ശർക്കര ഒലിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് റോൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്ത് നല്ലപോലെ സെക്യൂർ ചെയ്തിട്ട് ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ സെക്യൂർ ചെയ്ത് അടച്ചു കൊടുക്കുക. ഞാൻ ഈർക്കിലാട്ടോ എടുത്തിട്ടുള്ളത്. 2 ഭാഗവും ഇതേപോലെ പ്രസ്
ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആ ഒരു ഈർക്കിലെടുത്തിട്ട് ഇതേപോലെ വെച്ച് ഈ ഒരു പഴം കൊണ്ട് ഞാൻ അവിടെ 4 അപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എയർ ടൈറ്റുള്ള പാത്രമാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട, നല്ലപോലെ ആവി വന്നാൽ അപ്പം തന്നെ ഓഫാക്കിയിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം നല്ലപോലെ ഞാൻ ആവി കയറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാനത് തണുത്തിട്ടാണ് കഴിക്കാൻ എടുക്കുന്നത്. നമ്മൾ തണുത്തിട്ട് കഴിക്കാൻ, ഈ ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ തണുത്തിട്ട് കഴിക്കുമ്പോൾ കേട്ടോ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തണുത്ത ശേഷം ഞാൻ കാണിച്ചിട്ട് ഈ ഈർക്കിൽ മാറ്റിയിട്ട് നമുക്കിതിങ്ങനെ എടുത്ത് കഴിക്കാം കേട്ടോ. വെറുതെ പറയുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ കുട്ടികൾക്ക് ഈ പഴം ഇഷ്ടപ്പെടാത്തവർ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാം കേട്ടോ. അപ്പോൾ ടാറ്റാ.